വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വ്ലോഗാണ്. സോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കും. സോ അതായിരിക്കും നിങ്ങൾ ഇന്ന് എൻ്റെ വ്ലോഗിലൂടെ കാണാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഓൾറെഡി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിനി ചായ കാച്ചണം. സോ ചായ നമ്മളെപ്പോഴും ഒന്നെങ്കിൽ ചായ അല്ലെ കോഫി, പക്ഷേ ഇന്ന് നമുക്ക് ചായ മതി. സോ ഇവിടെ എല്ലാവർക്കും ചായയാണ് ഇഷ്ടം ഗൈസ്. എനിക്കാണ് പിന്നെയും കോഫീനോട് കുറച്ചുകൂടെ കമ്പം. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരുടെ എന്താ പറയുക ഇഷ്ടം പരിഗണിച്ച് നമ്മളത് ചായ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചായ കുടിക്കാൻ നേരമാണ് നമ്മൾ ചായ തിളപ്പിക്കാൻ വെക്കുക. സോ അത് നമുക്ക് ചൂടോടെ കുടിക്കാൻ പറ്റും. സോ നമുക്ക് ചായക്ക് വെള്ളം ഗൈസ്. അപ്പോൾ നമ്മൾ ചായ അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു മുതലുണ്ട്. സോ നമ്മൾ രാവിലെ എണീറ്റ പാടെ തന്നെ നമ്മൾ ഫസ്റ്റ് കുടിക്കുക 2 ഗ്ലാസ് വെള്ളമാണ്. സോ അത് മസ്റ്റായിട്ട് കുടിക്കുക. പണ്ടൊന്നും ഞാൻ ഇത് കുടിക്കലേ ഇല്ല. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളത് കണ്ടിന്യൂ ചെയ്തിട്ട് വെള്ളം കുടിക്കുക ഗൈസ്. നിങ്ങൾ പല്ല് തേക്കുന്നതിൻ്റെ മുന്നേ വെള്ളം കുടിക്കണം, 2 ഗ്ലാസ് വെള്ളം. അതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു നമ്മളെ എപ്പോഴും നമ്മുടെ ഈ നാവിൻ്റെ തൊണ്ടയിലൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിന് യൂസ്ഫുൾ ആവുന്ന കുറേ എന്താ പറയുക നല്ലൊരു പ്രോട്ടീൻ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ ഉള്ളിലെത്തണം. നമ്മൾ ഡെയിലി പല്ല് തേച്ച് കഴുകുന്നതിൻ്റെ മുന്നേ നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. എന്നിട്ട് നമ്മൾ പോയി പല്ലൊക്കെ തേക്കുക. ഇപ്പം ഞാൻ ആക്ച്വലി ഇന്ന് പല്ല് തേച്ച് പോയി, കാരണം വ്ലോഗ് എടുക്കാനുള്ള ധൃതിയിൽ. പക്ഷെ എന്നാലും നമ്മൾ 2 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ നമ്മൾ രാവിലെ കുടിക്കണം. നമ്മളിവിടെ ഇലച്ചായപ്പൊടിയാണ് യൂസ് ചെയ്യുക. ഇലച്ചായപ്പൊടി ഇട്ട് ചായ കുടിച്ചാൽ വേറെ ലെവലാണ്, സെറ്റ് ചായയാണ്. സോ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ നമുക്കിനി ചായ ഗ്ലാസ്സിലോട്ട് പാരാം. ഇന്ന് രാവിലെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. നമുക്കിന്ന് പത്തിരി ഉണ്ട്. പത്തിരി നമ്മളവിടെ വലിയ പത്തിരിയാണ് നമ്മൾ ചൂടുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. നമ്മളിങ്ങനെ ചെറുതാക്കി മുറിച്ച് ചൂടുക. എന്തായാലും പത്തിരി തന്നെയാണ്, നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പ് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് പത്തിരി ഉണ്ട്. പ്ലസ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം തള്ളാൻ ബെസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ചൂട് പുട്ടുമുണ്ട്. സോ പക്ഷേ എൻ്റെ ഫേവറേറ്റ് എല്ലാവർക്കും അറിയാം പത്തിരിയാണ് എന്നുള്ള കാര്യം. സോ പത്തിരി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവനാണ്. എനിക്ക് രാവിലെ ഉച്ചക്കും വൈകുന്നേരം രാത്രിയൊക്കെ പത്തിരി തന്നാലും ഞാൻ പത്തിരി തിന്നും ഗൈസ്. അപ്പം അമ്മ എനിക്ക് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ട് ചുട്ട്. പിന്നെ ഇന്ന് കറി നമുക്ക് ചിക്കൻ കറിയാണ് ഗൈസ്. സോ നമുക്ക് ചിക്കൻ കറി പോയി വെക്കാം ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാൻ പോകുന്നത് പത്തിരി പ്ലസ് നല്ല ചൂട് ഇലച്ചായയാണ്. സോ നമുക്ക് കഴിക്കാം ഗൈസ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് കക്കിനാണ് ഗൈസ്. കക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. സോ ഈ ഒരു കക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നമ്മളൊക്കെ കറി വെന്തിക്കുന്നെങ്കിൽ ചോറാവുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് കക്ക് ഊറ്റിയെടുക്കും, എന്നിട്ട് നമ്മൾ ഓതി വെക്കും, കഴിക്കും ഗൈസ്. അമ്മ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഗൈസ്. അമ്മ പുട്ടും ചിക്കനും, ഞാൻ പത്തിരിയും ചിക്കനും. അപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇറങ്ങുന്ന ദിവസം കമൻറ്റ് ചെയ്യാം. അന്ന് രാവിലെ നിങ്ങൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നൊക്കെയുള്ള ഗൈസ് കമൻറ്റ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാക്കണ്ട, അന്നത്തെ ദിവസം മൊത്തം നിങ്ങൾ എന്തൊക്കെ കഴിച്ചു എന്ന് കമൻറ്റ് ചെയ്യാം. കഴിച്ചിട്ടാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ ഫുഡ് കഴിഞ്ഞു. സോ ഇനി ഉച്ചയ്ക്ക് ഞാനിതാ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ചോറും പിന്നെ നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കണം, പിന്നെ ഉപ്പേരി വെക്കണം, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് അലക്കിടാനൊക്കെ ഉണ്ട്. സോ ഗൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കാണാം. സോ നമുക്ക് അതുവരെ വീഡിയോ ഒന്ന് ടാറ്റ. സോ ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു.
കുറേ തിരുമ്പാനുണ്ട്. അങ്ങനെ തിരുമ്പി കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി. സോ നമ്മളുടെ ഫുഡ് കഴിക്കാൻ പോവാണ്, ഉച്ചക്കത്തെ ലഞ്ച്. സോ അപ്പം ഇനിയിപ്പോൾ ലഞ്ച് വീഡിയോ ആയിരിക്കും. ലഞ്ച് നമുക്ക് കാര്യപ്പെട്ടൊന്നുമില്ല, നമുക്ക് ചിക്കൻ കറി ഉണ്ട്, പിന്നെ നമ്മൾ നല്ല ബീട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പപ്പടം ഉണ്ട്. പക്ഷെ പപ്പടം ഞാൻ എടുക്കില്ല കഴിച്ച, എനിക്ക് പപ്പടം ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇഷ്ടമാണ്, പക്ഷേ അധികം ഞാൻ പപ്പടം പ്രിഫർ ചെയ്യില്ലേ, ഞാൻ കഴിക്കില്ല കഴിച്ച. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. ഒരാളിവിടെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നെറ്റിക്കലെന്താ? അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. മതി, നീ കുറച്ചുകൂടെ നിൽക്കണം, പല്ല് സ്ട്രോങ് ആയി നിൽക്കാൻ അവൾ കുറച്ചുകൂടെ കഴിക്കണം ഗൈസ്. ഇതൊത്തിരി എടുത്തതിലേക്ക് വേണ്ട, അത് കഴിച്ചോ. ചോറുണ്ട്, ഇഷ്ടം പോലെ ചോറുണ്ട്. ചോറില്ല ഒന്നും വിചാരിക്കേ വേണം, ചോറ് കണ്ടവാനുണ്ട് ഗൈസ്. അത് മതി. എടാ എനിക്ക് കുറച്ചുകൂടെ വേണോ, അത് മതി ഗൈസ്. അങ്ങനെ നമ്മൾ ചോറ് എടുത്ത്, ചോറ് കാണുന്നില്ല ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ നല്ല, ഇല്ല ബ്ലേഡ് ഇല്ല ഇവിടെ, നല്ല ബീട്രൂട്ട് ഉപ്പേരി ഗൈസ്. കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചൊന്നും ഉപ്പേരി ഉണ്ടാക്കില്ല ഗൈസ്. ഫുള്ള് നല്ല നല്ല വെളിച്ചെണ്ണ വറവൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടായിരിക്കും നമ്മൾ ഉപ്പേരി വെക്കാം. അവിടെ ഇല്ല, ഉപ്പൊക്കെ കറക്റ്റാണ് ഗൈസ്, കറക്റ്റ്. ഉപ്പേരി മാത്രം മതി, ചിക്കൻ കറീൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ നമുക്ക് ഗൈസ്. അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഇതിനെന്തെങ്കിലും പറയാം, അച്ചാറോ, അതായത് അച്ചാറ്. പിന്നെ ഇത് നമ്മുടെ ഇതിനെന്തെങ്കിലും പറയാം, ഐസ് ബീട്രൂട്ട് കൂടെ കൂട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഗൈസ്. ചിയേഴ്സ്. വേണ്ട, എനിക്ക് അങ്ങനെ ഉള്ളിലേക്ക് വെക്കണമെങ്കിൽ ഒരാൾക്ക് ക്ലിപ്പിട്ടാണ് അങ്ങനെ തീറ്റി കൊടുത്തൊന്നും പറ്റൂല. അങ്ങനെ തുറന്ന് ഉള്ളോട്ട് വെക്കാം, ഉള്ളോട്ടൊന്നും വെക്കുക. നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഈവനിങ് ആയി. അപ്പം നമ്മൾ വാട്ട ഇന്നീറ്റിനിടയിൻ്റെ ഈവനിങ് നമ്മളിതാ നല്ല ചൂട് കട്ടൻ ചായ പിന്നെ റസ്കും ആണ് നമ്മൾ ഈവനിങ് കുടിക്കുന്നത്. സോ ഗൈസ്, അതുവരെ നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു. റസ്ക് ഗൈസ്, ഇവിടെ അമ്മ ഉണ്ട്, ഇതാ ഞങ്ങളെ നുണഞ്ഞു റോണിയും ഉണ്ട്. ഞങ്ങൾ റസ്ക് തന്നത് കണ്ടിട്ട്. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗൈസ്, എല്ലാവരും ഇതാ ഇന്ന് ഈ ഒരു ന്യൂസിലായിരിക്കും. നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ആ ഒരു ബ്രദർ മണ്ണിൻ്റെ അടിയിൽ പെട്ടൊരു അവസ്ഥ. എല്ലാവരും സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് ന്യൂസ് എന്നുള്ള കാര്യം. കാരണം ഞാനൊക്കെ അത്രയും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തായാലും മൂപ്പരൊന്ന് ജീവനോടെ ഉണ്ടായാൽ മതിയെങ്കിൽ എന്നുള്ളൊരു ഹോപ്പ്. കാരണം ഇപ്പോൾ ഇതാ ലോറി കിട്ടിയെന്ന് പറഞ്ഞ ന്യൂസാണ് ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് കേട്ടത്. അപ്പം ഇങ്ങനെയെങ്കിലും ഒന്ന് ആ ലോറീൻ്റെ അകത്ത് ജീവനോടെ ഉണ്ടായാൽ മതി. കാരണം ആ ലോറീൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ, AC ലോറി കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കരമുള്ള സങ്കട വാർത്തയുണ്ട് ഗൈസ്. സോ അപ്പം നമ്മൾ ഇന്നത്തെ ചായ കട്ടൻ ചായ റസ്ക്കാണ്. ഇന്ന് കാര്യപ്പെട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യപ്പെട്ടുണ്ടെന്ന് ഞാൻ ബ്ലോഗ് എടുക്കുന്നതിനെ കൊണ്ടാണ് കാര്യപ്പെട്ടൊന്നും ഇല്ലാന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയെന്ന് ഇപ്പം ഞാൻ വിചാരിച്ചു ഗൈസ്. അപ്പം അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഫുഡ് അടി കാണാം, അടുത്ത ഇനി നൈറ്റ് എന്താ കഴിക്കാൻ നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇപ്പം ടൈം ഏകദേശം ഒരു 9:30 ആയി. അപ്പം ഞാൻ ഫുഡിന് വരാം ഐഷു വരുന്ന സമയത്ത് പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് നൈറ്റ് പപ്സും വെള്ളവും മാത്രമേ കുടിക്കുന്നത്, വേറെ ഒന്നും കഴിക്കുന്നില്ല. പിന്നെ ഇവിടെ നല്ല ചൂട് കഞ്ഞിയൊക്കെ അമ്മ വെച്ചിട്ടുണ്ട് രാത്രിത്തേക്ക്. അപ്പം എനിക്ക് വേണ്ട പപ്സ് മാത്രം. പപ്സ് തന്നെ അത്യാവശ്യം ഹെവി ആയല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു വാട്ടൈ ഈറ്റിൻ്റെ വ്ളോഗ്, ചെറിയൊരു വാട്ടൈ ഈറ്റിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് മാളു സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.